ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കുന്നത് ഇംഗ്ലീഷിലെ സബ്ജക്റ്റുകളെ കുറിച്ചാണ്. അതായത് നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഞാനാണ് സബ്ജക്റ്റ്, അതായത് ഐ ആണ് സബ്ജക്റ്റ്. ഇനി ഞാൻ ഇപ്പം നിങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നിങ്ങളാണ് സബ്ജക്റ്റ്, അതായത് യു ആണ് സബ്ജക്റ്റ്. ഇനി ഞാൻ നമ്മളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ആണ് അവിടുത്തെ സബ്ജക്റ്റ്, അതായത് വി ആണ് അവിടുത്തെ സബ്ജക്റ്റ്. ഇനി അതുപോലെ ഞാൻ അവരെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ അവർ എന്നതാണ് അവിടുത്തെ സബ്ജക്റ്റ്, അതായത് ദേ ആണ് അവിടുത്തെ സബ്ജക്റ്റ്. ഇനി ഞാനിപ്പോൾ അവനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവൻ, അതായത് ഹി ആണ് അവിടുത്തെ സബ്ജക്റ്റ്. ഇനി ഞാൻ അവളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്. ഇനി അതുപോലെ ഞാൻ ഏതെങ്കിലും ഒരു വസ്തു, ജീവനില്ലാത്തൊരു വസ്തു, അല്ലെങ്കിൽ ഒരു ആനിമലോ അല്ലെങ്കിൽ ഒരു ബേർഡിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റാണ്. ഓക്കെ. അതുകൂടാതെ ഇപ്പം ഞാനിപ്പോൾ രാഹുലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രാഹുലാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബ്രദറിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈ ബ്രദർ. അതുപോലെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ. അപ്പം സബ്ജക്റ്റുകളെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് സിംഗുലർ സബ്ജക്റ്റ് എന്നും പ്ലൂറൽ സബ്ജക്റ്റ് എന്നും. അപ്പോൾ സിംഗുലർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നേ വരത്തുള്ളൂ. അപ്പം അവൻ, അവൾ, അല്ലെങ്കിൽ രാഹുൽ, അതുപോലെ എൻ്റെ ബ്രദർ, അതൊക്കെ സിംഗുലർ സബ്ജക്റ്റാണ്. അതുപോലെ നമുക്കിപ്പം പ്ലൂറൽ സബ്ജക്റ്റിനകത്ത് വരുന്നതാണ് ഐ, അതായത് ഞാൻ, യു നിങ്ങൾ, വി നമ്മൾ, അതുപോലെ ദേ അവർ. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളെങ്കിൽ പോലും ഇംഗ്ലീഷിൽ ഞാൻ എന്ന് പറയുന്നത്, അതായത് ഐ എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ ഒരു ഐ വരും, യു വരും, വി വരും, ദേ വരും, പിന്നെ ഒന്നിൽ കൂടുതൽ, അതായത് ഇപ്പം മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാർ. ഓക്കെ. അതുപോലെ യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാർ, യുവർ പേരൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വരുന്നുണ്ട്, അതൊക്കെ പ്ലൂറലാണ്. സിംഗുലർ സബ്ജക്റ്റിന് എക്സാമ്പിളാണ് ഹി, ഷീ, ഇറ്റ്, രാഹുൽ, അതുപോലെ മൈ ഫ്രണ്ട്, ഓക്കെ, യുവർ ബ്രദർ, അതൊക്കെ സിംഗുലർ സബ്ജക്റ്റിന് എക്സാമ്പിളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.